ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ തന്നെ നീച്ചു, കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ ടി വി ഇടും നമ്മൾ. അപ്പോൾ എന്തെങ്കിലും കുറച്ച് നേരം. അപ്പം ഞാൻ ബാഹുബലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെറുതെ അവിടെ കണ്ടപ്പോൾ എനിക്ക് കാണാൻ തോന്നി. 1 കേട്ടോ. അന്ന് ഞാനും ഏട്ടനൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ വെറുതെ ബാഹുബലി 2 കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് 1 കണ്ടപ്പോൾ വെറുതെ വെച്ച് നോക്കിയതാണ്. അപ്പോൾ എന്തെങ്കിലും മമ്മി നീച്ചപ്പോൾ എനിക്ക് എണ്ണ തേച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും എണ്ണ തേക്കാം ഗൈസിനെ പറയണം. നല്ല സുഖം. ഒന്ന് കെട്ടുണ്ടാവും മമ്മി, അതൊന്ന് ആദ്യം ചീന്ത് എന്നിട്ട് എണ്ണ വെച്ചാൽ മതി. മമ്മി എൻ്റെ മുടി ടേക്ക് കെയർ ചെയ്യാണ് ഗൈസ്. കുറച്ച് ദിവസം മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖം. എണ്ണ തേക്കില്ലേ, മസാജ് മാത്രമേ ഉള്ളൂ. എന്നിങ്ങനെ തല്ലാണ് ഗൈസ് മമ്മി. എന്ത് കാട്ടണ്. ഓ വേണ്ട അല്ലേലേ പയ്യ എനിക്ക് തലയും വരഞ്ഞിട്ട്. മമ്മി ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. മമ്മി തലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. മുടി വളരെ മമ്മി ചെയ്യും. മമ്മി എണ്ണയ്ക്കലും നടക്കണില്ല കേട്ടോ ഇവിടെ. ഇനി മമ്മിയുടെ ഒരു മാരകമായ എണ്ണ തേക്കലാണ് കാണാൻ പോകുന്നത്. പിന്നെ ബാഹുബലി നിർത്തിയാലാണ് എണ്ണ തേച്ചുള്ളൂ പറഞ്ഞു. സോ ക്രൂവൽ മമ്മി. ഞാൻ അവിടെ യുദ്ധം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണെന്ന് ടി വി ഓഫ് ചെയ്യാൻ വേണ്ടിട്ട്. അതെന്തുകൊണ്ടാ പറയും? ഒന്നുമില്ല, മമ്മിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഇറിറ്റേഷൻ, ഈ തലവേദന ഉള്ള ആൾക്കാർക്ക് സൗണ്ട് ഇറിറ്റേഷൻ ഉണ്ടാവും. എന്നിട്ടോ മമ്മിയുടെ ഫോണിൽ എന്തെങ്കിലും വെക്കുമ്പോ ഹൈ വോളിയത്തിലാ വെക്കുക. മമ്മീനെ കാണിക്കണ്ട പറഞ്ഞോണ്ടാ കാണിക്കാത്ത കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഇനി ഞാൻ തലയിൽ എണ്ണ തേച്ചിട്ട് അടുത്തത് എന്താ പരിപാടി? അടുത്തത് കുളിക്കാൻ പോകണം. ഓക്കെ ഗൈസ്, ഒരു പാക്ക് ഇടുന്നുണ്ട്, അതും കാണിച്ചു തരാം. അത് ഉണ്ടാക്കണതും തേക്കണതും കാണിച്ചു തരാം. ഓക്കെ, എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. മമ്മി പിന്നെ മമ്മി ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മുടെ മുടി മമ്മി ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയാൽ സൂപ്പറാവും. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, എണ്ണ വെച്ചിട്ട് വരാം. മുടി വളർത്തി കാണിച്ചു തരാം. ഇത്ര മുടി ഉണ്ടായിട്ട് തന്നെ മൊട്ട ആവറിയ. സ്മൂത്തനിങ് ചെയ്ത ശേഷം ആ മുടിയൊക്കെ പോയി. ഇല്ല നല്ല മുടി തന്നെ. എല്ലാരും പറയുന്നു എന്റെ മുടി നല്ലതാണ്, സോ ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ. ഓക്കെ ബൈ ഗൈസ്, അത് തേച്ച് കഴിഞ്ഞു. വേണം മമ്മി നമ്മുടെ തലയിൽ എണ്ണ തേച്ച് തരിക. ബൈ ഗൈസ്, ഞാൻ ബാഹുബലി കണ്ടേ. അപ്പം നമ്മുടെ ഇതാണ് എൻ്റെ തലയിൽ ഇടുന്ന പാക്ക് കിട്ടും. ഇത് ഫ്ലെക്സീഡ് കൊണ്ടുണ്ടാക്കുന്ന പാക്ക് കേട്ടോ. മമ്മി ഉണ്ണിക്കും എനിക്കും എപ്പോഴും ഉണ്ടാക്കി തരുന്ന ഒരു പാക്കാണ്. അപ്പം ബോട്ടിൽ വെള്ളം നിറയ്ക്കട്ടെ ഗൈസ്. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഉച്ചയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പാക്കൊന്ന് ആറിയിട്ട് വേണം എനിക്ക് തേക്കാൻ പറ്റുള്ളൂ. അത്രയും നേരം ഇരിക്കണം, അത്രയും നേരം സമയം പോവും. സരില്ല. എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഫുഡിന് എന്തൊക്കെയുള്ളത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഉച്ചത്തെ ഫുഡ് കേട്ടോ. ഒരു മീൻ വറുത്തത് വെച്ചിട്ടുണ്ട്, കുറച്ച് മതി. പിന്നെ നമ്മുടെ മമ്മിയുടെ ഫേവറേറ്റ് മീൻകറിയാണ്. ഇതെങ്ങനെ എടുക്കുക? ഒരു ക്ലാരിറ്റി. ഇങ്ങനത്തെ കയ്യിൽ എന്തിനെടുത്ത് ആ ലൈറ്റ് ഇടുവോ? അത് മതി, ഇതെടുത്തോ. താഴ്ത്തിക്കേട്ടെ. ആ സൗണ്ട് കേട്ടത് നമ്മുടെ ഫിൽറ്റർ ഇങ്ങനെ ആവണത് കേട്ടോ. പിന്നെ നമ്മുടെ ആവിയല് ഇന്ന് കുറച്ചേ ഉള്ളൂ. ഇന്നൊന്നും അത്ര വല്ലാതില്ല. ഇന്ന് ഉണക്കമീനുണ്ട്, ചാർക്കൊന്നും മീനുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്റെ പിക്കിൾ എടുത്തിട്ടാ കണ്ണിമാങ്ങ. എനിക്ക് നല്ല ഇഷ്ടമാണ്. അതെന്നോ കഴിഞ്ഞു. ചാറുണ്ടാവും. അത് കഴുകി വെച്ചു, പുറത്ത് കഴുകി വെച്ചു. എനിക്ക് നല്ല ഇഷ്ടമാണത്. അതൊരു നല്ല ടേസ്റ്റ് ആണ്. ഐ ലൈക്ക് ഇറ്റ്. ഇത് നമ്മുടെ രാത്രി ചപ്പാത്തിക്കുള്ളതാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. എനിക്കിപ്പോ ഇത്രയൊക്കെ മതി. എടുക്കുന്നത് നമ്മുടെ രാത്രിക്കുള്ള ചപ്പാത്തി. വേണമെങ്കിൽ എടുത്ത് വിവരം അറിയുന്നത്. അതിൽ നമ്മളിവിടെ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണി ഇവിടെ ഉണ്ട്. മോളെ ഇവിടെ ഇരുന്ന് ഓരോന്ന് ഒപ്പിക്കും. മമ്മിയുടെ നിന്ന് കുറെ കേൾക്കും. അതാണ് അവളുടെ ഒരു
സുണ്ടലിയല്ലേ കൊറേ ചീത്ത അറിയണ്ടേ ഒരു സുണ്ടലി ഇല്ല എന്നെ അതിനേക്കാളും പറയില്ലേ ചീത്ത അറിയാല ഇമോഷണലി ടോർച്ചർ ചെയ്യാം. അത് ഭാവി ജീവിതം കരസ്ഥമാക്കാൻ വേണ്ടിട്ടാണ്. ഒന്നുമില്ല, കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തു, സുരക്ഷിതമാക്കാൻ വേണ്ടി. ഉണ്ണി മമ്മീനെയാണ് ടോർച്ചർ ചെയ്യുന്നത്. അമ്മ അച്ഛനും പറഞ്ഞു ഇന്നലെ തുടങ്ങിയത് അവള്. അല്ല, അമ്മ അച്ഛനും പറഞ്ഞ എങ്ങനെ മക്കൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കാം. ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോ അങ്ങനെ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തു. കാരണം വൈൻഡപ്പ് എല്ലാം എടുക്കാൻ പറ്റില്ല, കാരണം മമ്മി എൻ്റെ ഒപ്പം വീഡിയോ എടുക്കാനൊക്കെ വരാൻ പറഞ്ഞിട്ട് വേഗം പോയി കിടന്നുറങ്ങി. ഉറങ്ങല്ല, എപ്പോഴോ ഉറങ്ങിയിട്ട് മമ്മി രാത്രി കുറേ നേരം ഉറങ്ങി, എണീക്കുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ മമ്മിക്ക് നല്ല വയ്യായിരുന്നു പറഞ്ഞിട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴൊക്കെ ഉറങ്ങും. അപ്പൊ എനിക്കിങ്ങനെ ശരി നോക്കി ഇന്നിപ്പോ ഇങ്ങനെ പോട്ടെ, നാളെ എന്തായാലും വീഡിയോ എടുത്തിട്ട് ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ശരി ഓക്കെ. അപ്പം ഞാനാണെങ്കിൽ രാവിലെ നേരത്തെ നീച്ചു, ഒരു 7:45 നീച്ചു കേട്ടോ. ഞാൻ ഒരു 9:30 നീക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ 7:45 നീച്ചു. അപ്പം ഞാൻ എന്നാൽ ശരി കുറച്ച് നേരം കൂടി കിടക്കാമെന്ന് വിചാരിച്ച് കിടന്നു. അപ്പം അങ്ങനെ ഒരു ഉറക്കമുറങ്ങി. എനിക്ക് തോന്നുന്നു പപ്പേനെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങിയതാ തോന്നുന്നു. കാരണം അപ്പം ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു. ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട് എനിക്ക് മറക്കണത് ഇഷ്ടമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, എൻ്റെ നോട്ടിൽ എഴുതി വയ്ക്കും. എനിക്ക് നല്ല ഹാപ്പിയായി. പിന്നെ ഉറക്കത്തിന് നീച്ചപ്പോൾ ഭയങ്കര മിസ്സിങ്, അങ്ങനെ ഒരു സ്വപ്നം. എന്ന് വെച്ചാൽ പപ്പ ലീവിനൊക്കെ വരില്ലേ, ആ ടൈമിൽ ഞാനും പപ്പയൊക്കെ എങ്ങനെ ആയിരുന്നു അതേപോലത്തെ സ്വപ്നം. ഉണ്ണിയും മമ്മിയൊക്കെ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കിച്ചണിൽ, ഞാനും പപ്പയും റൂമിൽ കിടക്കുക. എന്നിട്ട് പപ്പ ഇങ്ങനെ പപ്പയുടെ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ഇങ്ങനെ ഗാലറിക്ക് സേവ് ആക്കിയ വീഡിയോസൊക്കെ കാണിച്ചു തരിക. ഞങ്ങളതൊക്കെ കണ്ടിങ്ങനെ അതിനെക്കുറിച്ച് വർത്തമാനം പറഞ്ഞ് എന്തല്ലേ ഇതൊക്കെ ചോദിച്ചിട്ട് പിന്നെ കുറച്ച് ചിരിച്ചും കളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് അപ്പോഴേക്കും ഉണ്ണി വന്നപ്പോൾ എന്തോ പപ്പന് എന്തോ പപ്പ അങ്ങനെ എന്തോ ഒരു പോലെ പറഞ്ഞു സ്ലാങ്ങിൽ. ഞാൻ എന്തൊരു നിനക്ക് പോലും ദേഷ്യപ്പെടുക, കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെ പോലും വിഷമിപ്പിക്കൊന്നും ചെയ്യില്ല. കാരണം എനിക്കറിയാലോ, ഉള്ളിൻ്റെ ഉള്ളിലറിയാലോ അങ്ങനെ തിരിച്ചു വന്ന പോലെ ഒരു ഫീലായിരിക്കും. ഞാൻ എന്ത് നിനക്ക് അങ്ങനെ ഞാൻ നല്ല ഹാപ്പി ആക്കിയിട്ട് എപ്പോഴും വെക്കുക കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഇതിന് അങ്ങനെ കാണുന്നത് നല്ല സുഖം ഉണ്ടായിരുന്നു കാണുമ്പോൾ. പിന്നെ ലാസ്റ്റ് സ്വപ്നത്തിൽ ലാസ്റ്റ് എനിക്ക് മനസ്സിലായി തോന്നുന്നു. അപ്പം ഞാൻ അങ്ങനെ ഓക്കെ എന്നാ പുറത്തേക്ക് പോവാ പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ നീച്ച പോലെ പുറത്തേക്ക് പോകണം. ഉറക്കത്തിൽ നീക്കുകയാണ്. അപ്പോൾ പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഇടണം നീക്കുന്നത്. നീച്ചിങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ മമ്മിയുടെ സൂപ്പർ ബിരിയാണി അവിടെ ഇങ്ങനെ ഇരിക്കണം. അവരൊക്കെ ഇരുന്ന് കഴിക്കും. മമ്മിയും മമ്മിയുടെ കുറച്ച് റിലേറ്റീവ്സും നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇരുന്ന് കഴിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ശരി എന്നാൽ മുഖമൊക്കെ കഴിയിട്ട് ഒന്ന് ഫുഡ് ഇരിക്കാൻ പറഞ്ഞിട്ട് ഉണ്ണിയൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ബിരിയാണി കഴിച്ചു. വാവ് സൂപ്പർ എന്ന് വെച്ചാൽ സ്വപ്നത്തിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ശരി സമാധാനത്തിലൊന്നും ഇരുന്നിട്ട് വന്ന് കഴിക്കാൻ വിചാരിച്ച് നോക്കണം. എനിക്ക് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ കണ്ടു. എന്നിട്ട് ഞാൻ നീച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സ്വപ്നമാണ് പപ്പ ശരിക്കും ഇല്ല, അങ്ങനെ ഒരു തോന്നല്. അപ്പം ഓക്കെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യട്ടെ. അപ്പം എന്തായാലും ഓക്കെ ബൈ. ഞാൻ ഫുഡ് കഴിക്കാൻ പോട്ടെ. ഫുഡ് കഴിക്കാൻ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ്. എന്തായാലും ഇന്ന് ഞാൻ വൈകി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഉറക്കം ഇറങ്ങിയാണ്ട് ഞാൻ വൈകിട്ട് എണീച്ച്. അല്ലാറൊക്കെ ഞാനവിടെ ഓഫ് ചെയ്തിട്ടോ, സ്വപ്നത്തിൻ്റെ ഇടയിലായിട്ട് തോന്നുന്നു. അപ്പം എന്തായാലും പോയി കഴിക്കട്ടെ. ഒരാളോട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഫുഡ് കഴിച്ചോ മമ്മി? കഴിച്ചിട്ടില്ല, അതാണ് ഒളിഞ്ഞിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് കഴിക്കാം. പറഞ്ഞ കേക്കില്ല, അതുകൊണ്ടാണ്. ഇന്ന് നമുക്ക് ഇഡലിയാണ്, ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, പിന്നെ പഴം. ഹലോ, അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ ഇരിക്കേണ്ട, നമുക്ക് പഴയ പോലെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാമെന്ന്. ഇന്ന് വേണ്ട കുറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ കുറി വെച്ചപ്പോൾ തൊട്ട് കുറി വയ്ക്കാനൊരു ആഗ്രഹം, ഒക്കെ ഒരു ആഗ്രഹങ്ങളായിട്ട് അവിടെ നിൽക്കുകയാണ് എൻ്റെ കുഞ്ഞാവ. പോയില്ല കണ്ട മാമിൻ്റെ തരാം. അവൻ്റെ മൊട്ടക്കുട്ടി, നമ്മുടെ മൊട്ടക്കുട്ടിയാണ്. ഈ വീട്ടിലത്തെ ജാനിക്കുട്ടിയും മൊട്ടക്കുട്ടിയാണ് കേട്ടോ. നല്ല തണുപ്പ്. അപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങണ്ടേ. ഞാൻ അമ്പലത്തിൽ പോയതിന് ശേഷം ഞാൻ വീണ്ടും കുറിയൊക്കെ വെക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങും. നിൽക്കുക സ്റ്റോപ്പി. അപ്പോൾ നമുക്ക് ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങണ്ടേ. ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ. ഞാൻ കുറേ വീഡിയോസും ഒന്നും എടുക്കാണ്ട് ഇങ്ങനെ ചടഞ്ഞുകൂടി പഴയ പോലെ വീണ്ടും ആയിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങിയതിന് ചിലപ്പോൾ എൻ്റെ പകുതി അസുഖങ്ങളൊക്കെ മാറും. അപ്പം ഞാനതുകൊണ്ട് വീണ്ടും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഫസ്റ്റത്തെ പോലെ പറയാനൊന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. അമ്പലത്തിൽ പോയി കുറി വെച്ചതിന് ശേഷം വീണ്ടും കുറി വയ്ക്കാനുള്ളൊരാഗ്രഹം. കാരണം എന്താ അറിയില്ല അങ്ങനെ. പിന്നെന്താ, ഇന്നിവിടെ അപ്രതീക്ഷിതമായിട്ട്
2 ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുള്ള ഒരു മൊമെൻ്റാണിത്. കാരണം അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താന്നുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഗസ്റ്റ് വന്നതും ഞാൻ കാണിച്ചു തരാം, എനിക്കത് പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കുകയും ചെയ്യാം, അവരെ കാണിച്ചു തരുകയും ചെയ്യാം. ഞങ്ങൾ വിചാരിക്കും ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആരാന്നൊക്കെ. മുടി ജസ്റ്റ് ഇവിടെ കെട്ടി വെച്ചാട്ടോ. അങ്ങനെ കെട്ടി വയ്ക്കാൻ പാടില്ല, കാരണം ഇത് വെള്ളം നമുക്ക് നിറയിൽ ഇറങ്ങും. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം എടുക്കാൻ വേണ്ടി കെട്ടി വെച്ചാൽ ഇതൊന്ന് തുടച്ചിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാം അവർക്ക്. സുന്ദരിക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സുന്ദരിക്കുട്ടിക്ക് വയ്യ, എന്താ വെച്ചാൽ പീരീഡ്സ് ആണ്. അപ്പോൾ ഈ സമയം കഴിഞ്ഞ് അവള് അന്യനാണ്. പിന്നെ ആരും ഞങ്ങളൊന്നും അവളോട് മിണ്ടില്ല. അവളോട് നല്ല ഉണ്ണി പിന്നെയും കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. വാക്കുട്ടിയുടെ അടുത്ത് ഞങ്ങൾക്ക് പോകാനേ പറ്റില്ല കേട്ടോ. വാക്കുട്ടി ഞങ്ങളെ തട്ടി തെറിപ്പിക്കും. അത്രയും വാക്കുട്ടിക്കും പ്രശ്നമാണ്. ഇപ്പോൾ ഉണ്ണി എന്ത് മരുന്നാ കഴിച്ച് വെച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഈ ഐപ്പൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്, ഒരു സംഭവമുണ്ട്, ഒരു ബോട്ടിലുണ്ട്. അത് കുടിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഭേദം തോന്നിയിരുന്നു. അപ്പം ഞാൻ ഉണ്ണിക്ക് അത് കൊടുത്തിരിക്കുന്ന ഒരു ടെസ്റ്റാണ്, മാറോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഒരു ബോട്ടിലാണ് ഇപ്പോൾ കഴിച്ചേക്കുന്നത്, ഒരു ബോട്ടിൽ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് ഒരു സത്യത്തില് പീരീഡ്സ് പെയിൻ മാറാനുള്ള ഒരു മരുന്നല്ല. മമ്മിക്ക് അത് കഴിച്ചപ്പം ഭേദമായിരുന്നു. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു ഇതാ തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കഴിച്ചപ്പോ എനിക്ക് ഭേദമായപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഉണ്ണിക്ക് കൂടി മാറിക്കഴിഞ്ഞാൽ വാക്കുട്ടിക്ക് കൊടുക്കാച്ചിട്ട് ഞാൻ ഇതാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കട്ടെ. ഉണ്ണി പാവം കുറെ നേരം ഫുഡ് ചോദിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഞാൻ ഗസ്റ്റിനെ കാണിച്ചു. അപ്പൊ എന്റെ ഗസ്റ്റ് ഇവരാണ്, എന്റെ കണ്ണപ്പനും എന്റെ അച്ചുട്ടിയാണ്. എന്നെ എന്താ പറയുക, എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഫസ്റ്റ് പറഞ്ഞവർ ചെറിയ പിള്ളേരാകുമ്പോൾ നമ്മൾ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുന്നൊരു പ്രായമായിരുന്നു. ഇപ്പം ഇവരൊക്കെ വലുതായി, കൺമുന്നിൽ തന്നെ ഇവരൊക്കെ വേണ്ട. ഉണ്ണിവാവനെ കണ്ടില്ലേ, എല്ലാം അവർ ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഇവരും കണ്ണപ്പവും അച്ചുട്ടി ഞങ്ങൾ എന്ന് മണിയമ്പാറ പോയാലും അവിടുത്തെ എല്ലാവരുടെയും പന്താണ് അച്ചുട്ടി. എല്ലാവരും ഇട്ട് തട്ടുക കുട്ടീനെ. പക്ഷെ എന്നാലും അതിനൊരു പരാതിയില്ല, പരിഭവമില്ല. ഒരു പാവം കൊച്ചാണ്. എൻ്റെ കണ്ണപ്പൂ ആയതും ശരി, അച്ചു ആയതും ശരി. നമ്മൾ മണിയമ്പാറ വീട്ടിലൊക്കെ പോയി ഇവളുമാരുടെ കൂത്താണ് അവിടെ. പക്ഷെ ഇന്ന് വരെ അവർ ഒരടി ഉണ്ടാക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. ആ കാര്യത്തിൽ ഞാൻ എൻ്റെ കുട്ടികളെ സമ്മതിച്ചു. ഇവളുമാർ ശരിയല്ല, പക്ഷെ ഇവരോ അടിപൊളിയാണ്. അണ്ണനെ അച്ഛനൊക്കെ ഇട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ സർപ്രൈസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഏട്ടൻ മറ്റേ ചെന്നൈയിലാണല്ലോ ഇവരുടെ ഡാഡി. അപ്പോൾ ഏട്ടന് അവിടെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോക്ക് നടക്കില്ല, നല്ല നഷ്ടമാണ്. കാരണം ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വണ്ടി കൊണ്ടുവരുമ്പോഴത്തേനും പെട്രോൾ കാര്യങ്ങളൊക്കെ അറിയാലോ, നല്ല നഷ്ടമാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, നാട്ടിൽ ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണപ്പൂ ആ വണ്ടി കൊണ്ട് എനിക്ക് ചക്ക, മാങ്ങ, തേങ്ങ, വേറെ എന്തൊക്കെയൊക്കെയോ കൊണ്ടുവന്നുണ്ട്. അതിലെന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ശമ്പു കൊടുത്തു വിട്ടതാണ് ഇതൊന്ന് കൊണ്ട് കുഞ്ഞാൻ്റിക്ക് കൊടുക്കുന്നത്. പക്ഷെ എൻ്റെ കുട്ടി അത് കൊണ്ടുവരാൻ മാത്രം പാകത്തിന് ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണപ്പ് വന്ന നമ്മുടെ മയിൽവാഹനം കാണിക്കാം. എനിക്ക് ഇതറിഞ്ഞാണിച്ച് ഇവർ എന്നോട് മുൻകൂട്ടി പറഞ്ഞാണിച്ച് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടാ, എൻ്റെ കുട്ടി ഓടിച്ച് വരുന്നതൊക്കെ. അപ്പോൾ ഇതാണ് വണ്ടി. ഓക്കെ, അത് കണ്ണപ്പൂന് യൂസ് ചെയ്യാൻ ആയിട്ട് നാട്ടിൽ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയത്. പക്ഷെ എന്നാലും കുട്ടികൾ ഓടിച്ച് വരുമ്പോൾ അതൊരു വേറൊരു തന്നെയാണ് കേട്ടോ. എന്തായാലും കണ്ണാ അടിപൊളിയാടാ. ഇനി അടുത്ത അച്ഛമ്മ ഓടിച്ചിട്ട് വരണം കേട്ടോ. അതെ, നല്ല കുട്ടി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആൻറ്റി ഇവിടെ വന്ന് പണ്ടത്തെ അച്ചുകുട്ടീനെ പോലെ തന്നെ കാട്ടുക കേട്ടോ. അതിനൊരു മാറ്റമൊന്നും ഇല്ല. അപ്പോൾ ഇവര് ഗ്യാങ് ആയിട്ട് ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താണ് പേര്? അത് അവൾക്ക് തന്നെ കിട്ടുള്ളൂ, അതുകൊണ്ട് അവളോട് പറയും. അതെ, ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയി നോക്കിക്കഴിഞ്ഞാൽ നിറയെ ഡാൻസൊക്കെ കാണാം. ഇവരുടെ പ്രകൃതി രമണീയായിട്ടുള്ള വീഡിയോസൊക്കെ ഇവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. കുട്ടീസ് മാത്രമായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ കളിയാക്കും, കാരണം പേര് പറയാൻ കിട്ടുന്നില്ലല്ലോ. പിന്നെ അവിടെ ഒരു അമ്മമ്മ, ഡോമനമ്മ ഇല്ലേ, ഒന്ന് പാർട്ടി ഗേൾ എന്നാ പറയുക, പാടത്തെ ഗേൾസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഫുഡ് കഴിക്കാം. ഓക്കെ, ആൻറ്റി ചിക്കൻ കറി ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ. അപ്പോൾ അച്ചും കണ്ണനും വന്നതിന് ശേഷമാണ് അതെ അല്ലേ. ഞാൻ അച്ചും കണ്ണനും വന്നപ്പോൾ പെട്ടെന്ന് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. നമ്മുടെ രഞ്ജുമോള് കുക്കൊക്കെ ചെയ്ത് അവൾ പോവാൻ നിൽക്കായിരുന്നു. അപ്പോഴാണ് പിന്നെ ഇവർ പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ചിക്കൻ പിന്നെ വാങ്ങിച്ച് ഞാൻ തന്നെ വെച്ചു കേട്ടോ. കാരണം അവർക്ക് ടേസ്റ്റായിട്ട് എൻ്റെ കറി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും വെച്ചു കൊടുക്കാം അല്ലേ, കഴിക്കാം നമുക്ക്. ബാ, ഫുഡൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പയറുതോരനുണ്ട്, രസമുണ്ട്, അവിയലുണ്ട്, ചേന വറുത്തതാട്ടോ, അത് മുരിങ്ങയുടെ കറി, ചിക്കൻ കറി, പിന്നെ ചോറ്. ആൻറ്റി ഫുഡൊക്കെ സെറ്റാക്കാൻ പോണ്, സെർവ് ചെയ്യാൻ പോണ്. ഇതാണ് ഫുഡ്.
ആൻറ്റി വന്നിട്ട് എല്ലാം പറഞ്ഞിരുന്നേ. പ്ലേറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ നിർത്തോ പോലെ അവിടെ നിർത്തോ. ചോറ്. അതെ ചോറ്. അച്ഛൻ എന്താ വെക്കേഷൻ ആയിട്ട് നിൽക്കാൻ വന്നില്ല? ഉറപ്പായിട്ടും വരും. അതെ. ഉണ്ണി ചേച്ചിക്ക് മാർക്കും കൊടുക്കണ്ട അല്ലേ? കൊടുക്കണം. കൊടുക്കണ്ട. ഒരു കണ്ണന് കുറച്ചേ എടുക്കണല്ലോ. ഞങ്ങൾക്ക് വേണമെന്ന് നമുക്ക് കൊടുക്കാമല്ലോ. എനിക്ക് അതിന് ചോറ് കുറേ എടുത്തിട്ട് കളയണത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എപ്പോഴും കുറച്ച് ചോറ് എടുക്കാനേ പറയും. അയ്യോ രസത്തിൽ വേണം. എന്താ വെച്ചാൽ കുറേ എടുത്തിട്ട് കളയുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ അല്ല ചേന. ഉണ്ണിക്ക് ഉരുളക്കിഴങ്ങ ഇഷ്ടം. ചേന. ശിവരൊന്നും അങ്ങനെ എല്ലാം ഒന്നും കഴിക്കില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയാണ് കഴിക്കുള്ളൂ. അവിയൽ. അവിയൽ ഇഷ്ടല്ലേ? പയറുപ്പേരി. ഇങ്ങനെ കുറേ കറികൾ ഇങ്ങനെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഇങ്ങനെ വെച്ചിട്ട് നടുവിൽ കുറച്ച് കിട്ടുമ്പോൾ എപ്പോൾ വരാം. ചിക്കൻ കറി നിരക്കുണ്ട്. ചിക്കൻ കറി രസമുണ്ട്. എന്നിട്ട് ചിക്കൻ കറി ആയതുകൊണ്ട് പിന്നെ വേറെ ഒന്നും വേണ്ടി വരില്ല. പിന്നെ മുരിങ്ങയുടെ കറി ഇടണ്ടല്ലോ ചുമപ്പോ. ഓക്കെ അടിപൊളി. അതിന് മാത്രമേ ഉള്ളൂ ചോറ്. ഉണ്ണിവാവിക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്താ അവര് പറയണ നോക്കവാ. കണപ്പു ഫുഡ് കഴിച്ചോ? അച്ഛമ്മ കഴിച്ചോ? ചോറില്ല. അവര് കഴിച്ചോട്ടെ കേട്ടോ. വാക്കുട്ടിക്ക് ചോറില്ല. കൈ കിട്ടോ പൊന്ന കൈ കിട്ടോ. അവര് ശ്രദ്ധിക്കണ പോലെ. വാവച്ചി വാവക്കുട്ടിക്ക് ചോറില്ല. അവർക്ക് കൊടുത്തു ചോറൊക്കെ. ഇരിക്കോ വെറുതെ? ഉറങ്ങിക്കോ പോയിട്ട്. ബൈ ബാ. അങ്ങോട്ട് ആക്കി തരാം. അവർക്കറിയാം അവരുടെ അമ്മ അവർക്ക് എടുത്തു വെച്ചിട്ടുണ്ടാകും. അത് അവരുടെ വിശ്വാസമാണ് അല്ലേ? ശരി എന്റെ മകൾ കഴിക്കും. അച്ചുമണി കഴിച്ചിട്ട് പറ എങ്ങനെയുണ്ട് കേട്ടാ. കുഞ്ഞാവേ കഴിക്ക്. ഫുഡ് എടുത്തിട്ടോ. വേണ്ട ശരിക്കാണോ പറയുന്നത്? മീമല്ല അത് ചേന ഫ്രൈ. നന്നായിട്ട് കണപ്പോ ശരിക്കും നന്നായിട്ട്. ഉപ്പൊക്കെ ഉണ്ടോ? അതെ ഞാൻ നോക്കിയില്ല. ശരി അവര് കഴിക്കട്ടെ. ഈ രണ്ടെണ്ണത്തിനും കൂടെ കൊടുക്കട്ടെ കേട്ടോ. ഇതൊരു കാഴ്ചയാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ വീഡിയോ ചെയ്യാം. ഇതിൽ എന്താ പറയാ ഓരോ ഇതിലും ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നല്ല രസമുണ്ട് പറയാൻ അല്ലേ? നല്ല രസമില്ലേ? നല്ല ടൈം പാസ്. പിന്നെ ഇതിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഫാമിലി ആയിട്ട് ഓരോന്നും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്നത് ചെയ്യണം. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. പൊന്നുമണി ചോറ് തരട്ടെ? ചോറ് തരട്ടെ? ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ? അവരൊപ്പം ഇരുന്ന് കഴിച്ചോ? കുഞ്ഞാവിക്കും തരട്ടെ? ചോറ് തരട്ടെ? ശരി. ഓ അവർക്കൊക്കെ ഫുഡ് കൊടുത്തു. എന്താ അവർക്കൊക്കെ അതവള് വെട്ടിയിട്ടതാ. അപ്പൊ അവർക്കൊക്കെ ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. എന്തൊക്കെയാ കൂടുതൽ ശമ്പൂ നോക്കി ഇറക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ഇനിയിപ്പോൾ അത് മറന്നതിന് ചിലപ്പോൾ ഒരു കാറും കൊണ്ട് പോകും. അപ്പോൾ അത് മറന്നതിന് ചിലപ്പോൾ ഒരു വണ്ടിയും കൊണ്ട് പോകുമ്പോൾ അത് ഇറക്കാനും മറക്കും. അതുകൊണ്ട് ഇത് കഴിച്ച ഉടനെ ഇറക്കണുണ്ട്. കാരണം അപ്പോൾ ഇത് കഴിച്ച ഉടനെ സാധനങ്ങൾ ഇറക്കണ്ടേ. അപ്പോൾ മാങ്ങയൊക്കെയാണ് കേട്ടോ. ഞാൻ ഇന്നലെ വിചാരിച്ചേ ഉള്ളൂ മാങ്ങയൊന്നും കിട്ടാനില്ലല്ലോ. എനിക്കാണെന്ന് ഇങ്ങനെ മാങ്ങ അങ്ങനെ എന്താ പറയുക നമ്മൾ കുപ്പിയിൽ മുറിച്ചിടില്ലേ, വിനേഗറൊക്കെ ഒഴിച്ചിട്ട് ഉപ്പും പച്ചമുളകൊക്കെ ഇട്ടിട്ട് മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് ഞാൻ ഇടുന്ന കാണിച്ചു തരാം. അപ്പം അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളേക്ക് നമുക്ക് എത്തും. അപ്പം എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ ഇട്ട് വയ്ക്കാലോ. മാങ്ങ ഇല്ല, ഇനി എവിടുന്ന് വാങ്ങി പഴുത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ പച്ച കിട്ടില്ല. ഇത് ഇന്നലെ വിചാരിച്ചേ ഉള്ളൂ. അപ്പോഴത്തേനും ഇന്ന് കൊടുത്തയച്ചേക്ക് നോക്ക്. അതാണ് നമ്മളുടെ അച്ഛനമ്മയും അച്ഛനമ്മയുള്ള ഇടത്തോളം കാലം മക്കളുടെ നല്ല എന്തോ അവിടെ ചിരിക്കണ്ട് കേട്ടോ. എന്താണ് എന്താണ് അവനതിന് കിട്ടുന്ന റാപ്പ്
ഉണ്ടാക്കാനാണ് ഇപ്പോഴത്തെ ലൈഫ്. കാർഡ് സെലക്ട് ചെയ്യുമ്പോ അവന് വന്നത് ഇപ്പോഴത്തെ ജീവിതം ബേസ്ഡ് ആയിട്ട് ഒരു റാപ്പ് സോങ് ഉണ്ടാക്കാം. അപ്പൊ കണ്ണ ഇപ്പൊ ഒരു നല്ല കാര്യം ചെയ്തു. അപ്പൊ അത് മമ്മിയെടുത്ത് പറഞ്ഞപ്പോ മമ്മി അവന് കൊറേ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. അപ്പൊ വാ പറയാ കുഞ്ഞാന്റിക്ക് ഞാനിപ്പോൾ നല്ല കുറച്ച് കഴിഞ്ഞ വല്ലഭൻ. അല്ല എനിക്ക് കണ്ണന് പേഴ്സണലി കണ്ണന് ഭയങ്കര നല്ല കുട്ടിയായിട്ടാ. കാരണം പിന്നെ കുട്ടികളാകുമ്പോ കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ശരി, ഇവര് ചിരി കേട്ടപ്പോ ഞാൻ വന്നത് എന്റെ പൊന്നുമണി നല്ലതാ. നാണം കെടുത്തിയോ? നാണം കെടുത്തിയോ? കുട്ടി ഇഷ്ടമില്ല വെച്ചിട്ടോ. അപ്പൊ നമ്മൾക്ക് ഉണ്ണിക്ക് ഫുഡ് കൊടുക്കാം. ഉണ്ണിമ്മ എനിക്ക് സമയത്ത് ഇതിലടി കൈകളുള്ള വെള്ളം കൊണ്ടെടുക്ക്. നിനക്ക് ഇതോടേക്ക് ഇനി കൈ കഴിട്ട് കഴിച്ചോ. കൈ കഴുകാൻ വെള്ളം കൊടുക്കുന്ന വേറെ ഒന്നുമല്ല കേട്ടോ. ഈ ഒരു സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാമ്പറയും. കാരണം ഈ ഒരു സമയത്ത് എല്ലാവരും ചോദിച്ചാലും വീട്ടിലുള്ള ആൾക്കാർ ചെയ്തു. കാരണം എന്താ വെച്ചാൽ അതാണ് ഒരൊറ്റൊരു പോസിറ്റീവ് തിങ്. വേറൊരു പോസിറ്റീവ് ഇല്ലേ വീട്ടില്? അല്ല, ഈ ഒരു ടൈമിൽ ഉണ്ടാവണം പോസിറ്റിവിറ്റി. അതാണ് ഞാനും കണ്ട ഉണ്ണിയുണ്ട് ഒരു ദിവസം കൊണ്ട് ഞാൻ ചാർജർ എടുത്തിട്ട് വരാം, അവിടെ എടുത്തിട്ട് വരും, ഇയർഫോൺ എടുത്തിട്ട് വരാം, എടുത്തിട്ട് വരും. അതേപോലെ തന്നെ വാവുകുട്ടിക്കും ചെയ്ത് കൊടുക്കും, മമ്മിക്കായാലും ചെയ്ത് കൊടുക്കും. കാരണം അതാണ് കൈ കഴിയുമ്പോ അങ്ങനെയല്ല, മമ്മിക്ക് എല്ലാ ടൈമും അങ്ങനെ. ഞാൻ ഇപ്പോഴല്ലേ അവരുടെ അടുത്തില്ലേ ആ സ്വിച്ച് ഓഫ് ചെയ്യും, ആ ഫാൻ ഓഫ് ചെയ്യും, അവരെണീറ്റ് ഓഫ് ചെയ്യും. മമ്മി ഇപ്പോഴും ഞങ്ങൾക്ക് 10-12 വയസ്സ് വരെ ഞങ്ങളിപ്പോ ഞാൻ പറയാം 100 വയസ്സായാലും നിങ്ങൾ എന്റെ കുട്ടികളാണ്. ഞാൻ എന്താണ് അച്ഛനെ ബോഡി സ്വിച്ച് ചെയ്യാൻ ആരെങ്കിലും ആയിട്ട് പറ്റി പറയുമ്പോ കുഞ്ഞാന്റിയിലെ പ്രൈമറിയല്ലേ മമ്മിയുടെ. മനസ്സിലായില്ല മമ്മി? അവൾക്കില്ലയോ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്, അവൾക്ക് ആരെങ്കിലും ആവാൻ പറ്റും, എങ്ങനെ ബോഡി സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ മമ്മി അവിടെ എന്തിനമ്മ എന്തിനാണ് റീസൺ എന്താ? റീസൺ അല്ല, ഞാൻ എങ്ങനെയാ വെച്ചാൽ കുട്ടികളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എന്റെ മക്കൾ എന്റെ മക്കൾ പറയട്ടെ, എന്റെ മക്കളിനെ ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ എന്റെ എല്ലാ ചേച്ചിയുടെ മക്കളിനെയും എന്റെ ഏട്ടന്റെ മക്കളിനെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് എല്ലാവർക്കും എന്നെ ഒരു ഇഷ്ടമല്ലേ? അതുകൊണ്ടാണ് എല്ലാരും ഈക്വലായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ എന്നെ ഇഷ്ടം പറയൂ നിങ്ങള്? അല്ലെങ്കിൽ നിങ്ങളിപ്പോ എന്നെ ഇഷ്ടം പറയൂ? അതാണ് ഞാൻ അതുപോലെ അങ്ങോട്ട് നിന്നിട്ടല്ലേ. തുറക്ക് വായ. എന്നാ കുഞ്ഞാവ കഴിച്ച ചോറ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഉച്ചത്തെ ഫുഡ് ചിക്കനൊന്നും കഴിച്ചു നോക്കാൻ ടേസ്റ്റ്. മമ്മ എന്നെ കൂട്ടാൻ ഫുള്ള് കഴിച്ചു. കൊറേ നേരം വിളിച്ചിട്ട് അപ്പൊ എന്താ ഞാൻ വേഗം കഴിക്കും. ഞാൻ രസം പിന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ട് എനിക്ക് രസം കുടിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഒരു ടൈമിൽ ഇങ്ങനെ രസം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുടിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് കഴിക്കും. കണ്ണന് ഒന്ന് പോണെന്ന് പറഞ്ഞോട്ടെ വേഗം. അപ്പൊ സാധനങ്ങൾ നമുക്ക് എടുക്കാം. അച്ചു വായോ. വാവുക്കുട്ടി വേഗം ഫുഡ് കഴിക്കാനിരുന്നു. എന്തൊക്കെയാ നോക്കട്ടെ. ഈ വെയിലാട്ടോ. അയ്യോടാ, ഇളനീരും തേങ്ങയൊക്കെ കൊടുത്താച്ചിട്ടുണ്ട്. ശംഭു പാവം. ശരി, അവിടെ ഉണ്ടോ? അതെ. അയ്യോ പാവം പാവം. എന്റെ അച്ചുമണിയും കണ്ണനും കൂടെ കൊണ്ടുവന്ന എങ്ങനെ എടുക്കുക? ഈ ചാക്ക് എടുക്ക എന്റെ മോൻ. ഇതിലെന്താണ്? അതെ, എടുക്കുവോ? അപ്പോൾ ഇതാണ് ചാക്ക് നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. 2 പെണ്ണുങ്ങളും ഇല്ലേ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അവിടെ ഇരിക്കട്ടെ. അയ്യോ അവിടെ വെച്ചോ മോനെ, അവിടെ വെച്ചോ. ഓരോന്നേരം അച്ചുട്ടിയുടെ അടുത്ത് കൊടുക്ക്. എല്ലായിടത്തും താഴെ വെച്ചു കേട്ടോ. അതുകൊണ്ട് നാളികേരം, പഴുത്ത മാങ്ങ ഇട്ടത്, ചക്ക ഉണ്ട്. ഈ ചാക്കിൽ ഫുള്ള് മാങ്ങ കേട്ടോ. കാണുന്നുണ്ടോ നമുക്ക്? അയ്യോ നിൽക്കട്ടെ, അതുണ്ടോ? അത് ഫുള്ള് മാങ്ങയാണ്. ഞാൻ നല്ല വിചാരിക്കുമ്പോഴത്തേനും എനിക്ക് മാങ്ങ കിട്ടിയിട്ടോ. ഓക്കെ, ഇതാണ് കേട്ടോ. എന്താ വെച്ചാൽ കണ്ണപ്പൂന് പോണത്രേ. അവന് എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങാണ്. അച്ചുമ്മ എവിടെ പോവാണ്? ടാറ്റ.
കഴിക്കണം അമ്മ. ആ ഇടയ്ക്ക് അമ്മ പറഞ്ഞേ, ഇടയ്ക്കൊക്കെ അമ്മ പറഞ്ഞേ. അത് ആ ചേനയാ, ആ ചേനയുടെ ഫ്രൈയാ. അപ്പം അച്ഛനും ചേച്ചി എന്തൊക്കെ തന്നാണ് കാണിക്കുന്നോട്ടെ. ഇവിടെ വരുന്നവർക്കൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഉപഹാരം. അതൊരു സൺസ്ക്രീനും ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. കുട്ടി ഇപ്പോൾ ചെറുതല്ലേ, അത് ഉപയോഗിച്ചാൽ മതി പറഞ്ഞിട്ട്. കുട്ടിക്ക് ഇത് വേണോ, ഫൗണ്ടേഷൻ വേണോ, ഒന്ന് തരട്ടെ. അപ്പോൾ അതൊരു ഫൗണ്ടേഷനും കൊടുത്തിട്ട് മാമർത്തിൻ്റെ സൂപ്പറാട്ടോ. മാമർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റും നല്ലതാണ്. നിങ്ങൾ പറയില്ലേ പ്രൊമോഷൻ ചെയ്യുന്നത് അയ്യോ നന്നല്ല അങ്ങനെ എങ്ങനെ, നമ്മളൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതാട്ടോ. അല്ല അതിപ്പോൾ നമ്മൾ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കില്ലല്ലോ, നമ്മളിതൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത് ഇല്ലേ. ഓക്കെ, ഇതെൻ്റെ നമ്മുടെ പൊന്നിന് വയ്യേ, എൻ്റെ മുഖമൊക്കെ മാറിയണം, കഴിച്ചിട്ടില്ല. ശരി മക്കളെ, എന്നാൽ വിട്ടോ കേട്ടാ. ശരി പൊന്ന. എൻ്റെ കുട്ടി പണ്ട് സ്കൂട്ടി വാങ്ങിയിട്ട് എങ്ങനെയാണ് നമ്മൾ പോയി, പണ്ട് ഞങ്ങള് സ്കൂട്ടി വാങ്ങിയിട്ട് കണ്ണൻ്റെ വീട്ടിലുള്ള സ്കൂട്ടി എന്താ ഞാൻ ഇവിടെ നമ്മളുടെ ഇവിടെ നാട്ടിൽ എടുത്തു കൊടുത്തത് ഞാനാണ്. എന്നിട്ട് ഞാനും കണ്ണനും കൂടി എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അപ്പൊ മഴ, അത് മഴയായിരുന്നു കേട്ടോ. മഴയത്ത് ഞങ്ങള് നിർത്തി പോയിണ്ടായിരുന്നു. അമ്മണി മരത്തെ സ്കൂട്ടി വാങ്ങിച്ചിട്ട് പോണ കഥ പറയുന്നത്. കണ്ണൻ ചെറുതായിരുന്നു, ഞങ്ങള് നിർത്തി കുറച്ചേരം ഞങ്ങള് മഴയിൽ പോവാന്ന് പറഞ്ഞു. ആന്റി മഴ കൊണ്ടുപോ ആന്റി, നല്ല രസമല്ലേ പറഞ്ഞു. എന്നിട്ട് കുറച്ചെത്തുമ്പോഴേക്കും തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. കിടുകിടുന്ന് സൗണ്ട് കേക്ക് ബേക്കുന്ന്. എന്താ ഇവ പല്ലിട്ടടിക്കണേ. അതൊന്നും ചെറുതാ, ചിങ്കിടിയാ ചെറുതാ. എന്നിട്ട് പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി നിന്നു. ഞങ്ങൾക്കാണ് കോട്ടും ഇല്ല. ഞങ്ങളൊരു കടയിൽ കയറി നിന്നു. പുതിയ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കണം വാങ്ങിയിട്ട്. നമ്മളിവിടെ ഹീറോയുടെ എവിടെ ഷോറൂമിൽ നിന്നായിരുന്നു എടുത്തത്. അത് ഹോണ്ടഡ് ആണെന്ന് ഓർമ്മയില്ല. നമ്മുടെ മാസ്റ്റർ എടുത്തപ്പോൾ അവർക്കും അതുപോലെ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് കണ്ണനാണ് കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന വണ്ടി, ഞാനാ കൊണ്ടുകൊടുക്കണേ. കണ്ണനെ ബാക്കിൽ ഇട്ട് പോകുമ്പോഴേക്കും മഴ വന്നില്ലേ. പിന്നെ അങ്ങനത്തേക്ക് ഒരു കഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ പറയാൻ കാരണം എന്താച്ചാ അന്നത്തെ ചെറിയ കുഞ്ഞാപ്പി കണ്ണനാണെന്നാ പറയുന്നത് അല്ലേ. ഹാപ്പി ആയില്ലേ? അത് വണ്ടിയിൽ വെച്ചാൽ മതി, ബാക്കിൽ വെച്ചാൽ മതി. കണ്ണപ്പൂനും കൊടുക്ക കേട്ടാ. മോയ്സ്ചറൈസറൊക്കെ നല്ല കേട്ടോ. കണ്ണ സൺസ്ക്രീൻ ഒക്കെ എടുത്തോ. ലിപ്സ്റ്റിക് ഇത് ചെറുത് ചോറിനാണ്. അപ്പൊ ശരി എന്നാ പോയിട്ടപ്പ കുട്ടികൾക്ക് സമയം. എന്റെ കുട്ടിയില്ലേ, ഞാനവിടെ കിടക്കേട്ടോ. എനിക്ക് വയ്യല്ലോ. അപ്പൊ എനിക്ക് വയ്യായിരുന്നു, ഞാൻ കിടക്കേണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഒരു കുട്ടി വന്നിട്ട് ആന്റി വിളിച്ചിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ കണ്ണപ്പ് വന്നിട്ട് വേഗം ഉമ്മയൊക്കെ വെച്ച് വിട്ടോ. ഞാൻ കിടക്കെടുന്നാലും ആ ഉമ്മയൊക്കെ വെച്ച് ഇതായി. അവളുണ്ട് വേഗം പോയി പുറത്തേക്ക്. വേഗം എന്നെ വിളിച്ചു. എന്നെ ഇവിടെ വരുന്ന ആന്റി പറഞ്ഞു വേഗം ചേച്ചിനെ പോയി എണീപ്പിക്കാം. അപ്പൊ കമ്മൽ എന്താ ഇടാത്ത്? കമ്മലിട്ടിട്ടാണോ വന്നേ? അപ്പൊ ശരി, പൊക്കോട്ടെ സമയം. ഇത് നമുക്ക് ചിലൊരു ക്ലിപ്പുകൾ ഉണ്ടാവില്ല, നമുക്കത് ഇഷ്ടമല്ല. എന്റെ മുടിക്ക് ഇപ്പത്തേ പറ്റൂ. അപ്പൊ ഇത് അവിടെ എടുത്തിട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു കച്ചുമാ പോകുമ്പോ വെക്കണം. കാരണം വേറെ എന്ത് കാണിച്ച കുട്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് പോകുമ്പോ ഇതൊന്നും തന്നെ കൊണ്ട് ഞാൻ ഓട്ടുന്നു. വേറെ ഇഷ്ടം പോലെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ പാവം ഇത് മറന്നിട്ട് പോയിരുന്നുല്ലേ, പറഞ്ഞ പോലെ തന്നെ. എന്തോ ഓർമ്മ നാളെ. ബൈ ബൈ മോനെ. ബാഗ് അവിടെ നോക്കിയെടുക്കും. അപ്പൊ അവര് ടാറ്റ. സൈഡ് പറഞ്ഞു കൊടുക്കും. പൊന്നാ പോക്കോ. കുറച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോക്കോ. ടാറ്റ. നിനക്ക് ഇപ്പൊ അടിക്കണ്ട, അടയ്ക്കാം. ബായ് കണ്ണപ്പൂ. ഗ്ലാസ് ആയിട്ട് നോക്കി പോയിട്ടാ. പാവം അങ്ങനെ പോയിട്ടോ. പാവം കുട്ടിയോള്.
സാധനങ്ങൾ എത്തിയില്ലേ? അതാ വിളിക്കുക വരുന്ന ഫോൺ എടുത്തിട്ട്. ചാക്കില് പൊട്ടിച്ചിരിക്കുന്ന. അല്ലേ സാധനങ്ങൾ ഇറക്കിയില്ലേ ഇപ്പളാ ഓർമ്മ അവൾക്ക്. ഞാൻ പറയുന്ന കൊണ്ടുവന്ന മാങ്ങ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ വാവക്കുട്ടി മാങ്ങ കൊണ്ടുവന്നത് എടുത്ത് കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ പുതിയൊരു മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഇത്ര മണിയും പറയില്ല കേട്ടോ. ഒരു നല്ലൊരു പുളിയില്ലാത്തൊരു സൈസ് ഉണ്ട്. അത് അമ്മ അന്നേ പറഞ്ഞു പുളിയില്ലാത്തൊരു സൈസ് മാങ്ങ ഉണ്ടായിട്ടുണ്ട് നല്ലതാന്ന്. അപ്പോൾ അത് വാവക്കുട്ടി പറഞ്ഞ് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് മുറിച്ചിട്ട് ഒരു കുപ്പിയിൽ ഇടുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരി ശരി ഓക്കെ. അപ്പം നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത് ചേന ഫ്രൈ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിക്കൻ കറിയും സൂപ്പർ, ബാക്കിയെല്ലാം സൂപ്പർ ഉണ്ട്. രസം വേറെ ടേസ്റ്റ്, അടിപൊളി. പുളിയൊക്കെ കഴിഞ്ഞോ? അപ്പം അമ്മച്ചൻ കൊണ്ടുവന്ന മാങ്ങ അമ്മച്ചൻ കൊടുത്താച്ച മാങ്ങ വെട്ടി പാത്രത്തിലാക്കി കഴിക്കുകയാണ് അല്ലേ? രഞ്ജു ചേച്ചി വെട്ടി തന്നു. അമ്മച്ചല്ലേ കൊടുത്തു വിട്ട്? രഞ്ജു ചേച്ചി കട്ട് ചെയ്തു തന്നു. അമ്മച്ചല്ലേ കൊടുത്തു വിട്ട്? ഞാൻ കൊടുത്തു വിട്ടത് വെട്ടി പാത്രത്തിലേക്ക് കഴിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ആര് കട്ട് ചെയ്തൊന്നും ഇവിടെ പറഞ്ഞില്ല. ക്രെഡിറ്റ്സ് കൊടുക്കണല്ലോ. ഓ ഊന്നിട്ട് കൂടെ ഉണ്ട് ഇപ്പോ. പഠിക്കണ കുട്ടിയാണ്. അത് പറയുന്ന അത്ര ഇഷ്ടം. ഇപ്പോ ഞാൻ ചോദിക്കും നല്ല പഠിക്കണ കുട്ടിയാണോ? ആ പറയോ. അങ്ങനെ കഴിക്കുക. അത് ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് കഴിച്ചോ ചേച്ചി? എനിത്തും കൂടെ അല്ല, മമ്മിയാണ് ആദ്യം കഴിച്ചത്. ഞാൻ കുറച്ച് കഴിക്കുമ്പോഴത്തേനും വാക്കുട്ടി വാങ്ങി. ഞാനത് എനിക്കെന്നെ തിരിച്ചു തരുന്ന വിചാരിച്ചത്. പക്ഷെ അവള് തന്നില്ല. ഇനി വേണ്ട, ഈ എടുത്തത് ഈ എടുത്ത ഈ തലയിൽ കെട്ടിയത് സൂപ്പറാട്ടോ. ഇതിന്റെ രാവിലെ ഞാൻ ഒരെണ്ണം കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? നല്ല രസമുണ്ട്. പെട്ടെന്ന് വെള്ളമൊക്കെ പോകണ്ട. ഒരുപാട് അങ്ങനെ കെട്ടി വെക്കാൻ പാടില്ല. എനിക്ക് കുറച്ച് നേരം കെട്ടി വെക്കാൻ പാടുള്ളൂ. അങ്ങനെ നിറയുന്ന വെള്ളം ഇറങ്ങും. ഉണ്ടായിരിക്കും. അപ്പം എന്താ മറ്റേ മമ്മി ഒരു പാക്കൊക്കെ ഉണ്ടാക്കി തന്നു, നല്ല സൂപ്പർ പാക്ക്. അപ്പൊ അതൊക്കെ ഇട്ട് കുളിച്ചപ്പോ തന്നെ നല്ലൊരു സുഖം. കാരണം നല്ല തലയൊക്കെ നല്ല വേനക്കുണ്ടായിരുന്നു. കൊറേ നമ്മൾക്ക് Q&A കമന്റ് വന്നിട്ടുണ്ട് പാക്ക് ഉണ്ണിയുടെ ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തില്ലാന്ന്. അത് ചെയ്യാട്ടോ. ഞാനില്ലേ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലൂടെ പോകണ്ടായിരുന്നേ. അതുകൊണ്ട് ചെയ്യാതിരുന്നത്. പക്ഷെ ഇന്നിട്ട പാക്ക് ഭയങ്കര എഫക്റ്റീവാണ്. പിന്നെ ഫേസിലിടുന്ന പാക്കും ചോദിച്ചിട്ടുണ്ട്. അതും ഞാൻ എല്ലാം ഒരു ഷോർട്സ് ആക്കിയിട്ട് ഇടാം കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്ത് ചെയ്താൽ മതി. ഓക്കെ. ക്ലിയർ ഇല്ല ആൻറ്റി, പക്ഷെ പെയിന്റ് അടിക്കുകയാണ് ഇവിടെ. ആൻറ്റി ഇവിടെ റെഡ് പെയിന്റ് വെച്ചുണ്ടായിരുന്നേ, നമ്മളത് മാറ്റി ബ്ലൂ ആക്കിയിട്ടുണ്ട്. രസമുണ്ടോ? പിന്നെ ഇവിടെ ഒന്നിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മാറ്റൊക്കെ ഇട്ടിട്ട് പകല് കാണാനും രസമുള്ളൂ. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് അത്ര വൃത്തിയായിട്ട് അറിയില്ല. കാണിക്കങ്ങോട്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ റെഡ് അല്ലേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ കളർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചേഞ്ച്, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ അവിടെ വൃത്തികേടായ ഒരു എക്കാസൊക്കെ കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഞാൻ ബ്ലൂ പെയിൻ്റ് ആക്കിയിട്ടുണ്ട്. ഈ കട്ടിൽ നമ്മളുടെ ആ റൂമിലുണ്ടായിരുന്നാണ് പറഞ്ഞില്ലേ. അപ്പോൾ അത് ഞാൻ വെറുതെ എടുത്ത് പുറത്തേക്ക് ഇട്ടാ കേട്ടോ. ഞാൻ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. പക്ഷെ പിന്നെ വിചാരിച്ചു ഇതിവിടെ കിടക്കട്ടെ, നമുക്ക് വെറുതെ ആരെങ്കിലുമൊക്കെ നിറയെ ആൾക്കാർ വരുമ്പോൾ ഇവിടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ക്ഷീണിക്കണം കേട്ടോ. സ്റ്റെയർ കേസ് കയറി വന്നിട്ടാണ്. അപ്പോൾ ഇതവിടെ കുറച്ചും കൂടെ ഉണ്ട്. അച്ഛൻ അങ്ങോട്ട് മാറ്. അപ്പോൾ ഞാൻ ഇവിടെ മാറ്റൊക്കെ ഇതുണ്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ 2-3 ചെടിച്ചട്ടിയൊക്കെ വെക്കണം. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കണമെന്നുണ്ട്. പിന്നെ അവിടെ ഞാൻ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ രാത്രി ആയില്ലേ, ഇനി നമുക്ക് നാളെ നോക്കാം. ഓക്കെ.